അധികാരത്തിലേറുമ്പോൾ അനാവശ്യ സൈനിക ഇടപെടലുകൾ ഉണ്ടാകില്ലെന്ന് വാഗ്ദാനം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത് സങ്കീർണമായൊരു യുദ്ധമുഖത്താണ്. ഇറാനെതിരായ യുദ്ധം 3 മാസം പിന്നിടുമ്പോൾ ഹ്രസ്വകാല ലക്ഷ്യങ്ങളോടെ തുടങ്ങിയ പോരാട്ടം അമേരിക്കയ്ക്ക് വലിയൊരു തന്ത്രപരമായ പരാജയമായി മാറുകയാണെന്നാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് ട്രംപിന്റെ വിദേശ നയത്തെയും ആഗോളതലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെയും സാരമായി ബാധിച്ചേക്കാം. ഇറാനെതിരായ പോരാട്ടങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന് ചില മുൻതൂക്കങ്ങൾ ലഭിച്ചിരിക്കാം. എന്നാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിച്ചതിനു ശേഷം 3 മാസം പിന്നിടുമ്പോൾ ഡൊണാൾഡ് ട്രംപ് നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഈ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുകയാണോ? ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ അപ്രമാദിത്വം, ആണവ വിഷയങ്ങളിലെ വിട്ടുവീഴ്ചയില്ലായ്മ, സുസ്ഥിരമായി തുടരുന്ന മതഭരണകൂടം എന്നിവ കണക്കിലെടുക്കുമ്പോൾ അമേരിക്കൻ സൈന്യത്തിന്റെ തന്ത്രപരമായ വിജയങ്ങളെ ഒരു നിർണായക രാഷ്ട്രീയ വിജയമാക്കി മാറ്റാൻ ട്രംപിന് കഴിയുമോ എന്നതിൽ സംശയമേറുകയാണ്. പൂർണ്ണ വിജയം നേടിയെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വശത്ത് അനിശ്ചിതത്വത്തിലായ നയതന്ത്ര ചർച്ചകൾ, മറുവശത്ത് വീണ്ടും ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ ഭീഷണികൾ. ആക്രമണം തുടർന്നാൽ അത് മേഖലയിലാകെ ഇറാന്റെ കനത്ത തിരിച്ചടിക്ക് കാരണമാകും. ഈ പ്രതിസന്ധി അമേരിക്കയ്ക്കും ഗൾഫ് അറബ് സഖ്യരാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയാകാനാണ് സാധ്യത. സൈനികമായും സാമ്പത്തികമായും വലിയ നഷ്ടങ്ങൾ നേരിട്ടെങ്കിലും ലോകത്തിന്റെ എണ്ണ വാതക വിതരണത്തിന്റെ 1/5 തടസ്സപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിച്ചതിലൂടെ ഇറാൻ കൂടുതൽ നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി 3 മാസം പിന്നിടുമ്പോൾ ട്രംപിന് എളുപ്പത്തിൽ നേടാനാകുമെന്ന് കരുതിയ ഈ യുദ്ധം വലിയൊരു തന്ത്രപരമായ പരാജയമായി മാറുകയെന്നതായാണ് കാണുന്നത്. പരാജയപ്പെടുന്നു എന്ന വിമർശനങ്ങളെ ഭയക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ തലവനായ അദ്ദേഹം ഇറാൻ എന്ന 2ാം നിര ശക്തിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളെല്ലാം അമേരിക്ക നേടിയെടുത്തതായി വൈറ്റ് ഹൗസ് വക്താവ് ഒലീവിയ വെയിൽസ് അവകാശപ്പെട്ടു. എല്ലാ തീരുമാനങ്ങളും പ്രസിഡന്റിന്റെ കൈകളിലാണെന്നും അവർ കൂട്ടിച്ചേർത്തു. നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തുടങ്ങിയ ഈ യുദ്ധം അമേരിക്കയിൽ ഇന്ധനവില വർധനവിനും ട്രംപിന്റെ ജനപ്രീതി ഇടിയുന്നതിനും കാരണമായി. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 6 ആഴ്ച പിന്നിടുമ്പോൾ ട്രംപ് കടുത്ത പ്രതിസന്ധിയിലാണ്. ഒന്നുകിൽ പോരായ്മകളുള്ള ഒരു കരാർ അംഗീകരിച്ച് പിന്മാറുക, അല്ലെങ്കിൽ കൂടുതൽ വലിയ സൈനിക നീക്കങ്ങളിലൂടെ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക. ജനശ്രദ്ധ തിരിക്കാനായി അദ്ദേഹം ക്യൂബയിലേക്ക് ശ്രദ്ധ മാറ്റിയേക്കാമെന്നും ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഫെബ്രുവരി 28-ന് ഇസ്രായേലുമായി ചേർന്ന് യുദ്ധം തുടങ്ങുമ്പോൾ പ്രഖ്യാപിച്ച 6 ആഴ്ച സമയപരിധിയുടെ ഇരട്ടിയിലധികം സമയമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. തുടക്കത്തിൽ നടന്ന അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെ നശിപ്പിക്കുകയും നാവികസേനയ്ക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഹോർമുസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ടാണ് ഇറാൻ ഇതിന് തിരിച്ചടിച്ചത്. ഇതോടെ ആഗോള ഊർജ്ജവില കുതിച്ചുയർന്നു. ഇറാനെ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് തടയുക, മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഭീഷണിയാകുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കുക, ഭരണകൂടത്തെ താഴെയിറക്കാൻ ഇറാൻ ജനതയെ സഹായിക്കുക എന്നിവയായിരുന്നു ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ ലക്ഷ്യങ്ങളൊന്നും ഇതുവരെ നേടാനായിട്ടില്ല. കനത്ത തിരിച്ചടികൾ നേരിട്ടെങ്കിലും അമേരിക്കൻ ആക്രമണത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത് തന്നെ തങ്ങളുടെ വിജയമായിട്ടാണ് ഇറാൻ കാണുന്നത്. വലിയ പ്രത്യാഘാതങ്ങളില്ലാതെ തന്നെ ഗൾഫ് കപ്പൽ ഗതാഗതത്തിൽ തങ്ങൾക്ക് നിയന്ത്രണം ചെലുത്താനാകുമെന്ന് ഇവർ ഇതിലൂടെ തെളിയിച്ചു. യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യമായ ഇറാന്റെ ആണവ നിരായുധീകരണവും ഇനിയും സാധ്യമായിട്ടില്ല. സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യവും പരാജയപ്പെട്ടു. കൂടാതെ സഖ്യകക്ഷികളോട് കൂടിയാലോചിക്കാതെ തുടങ്ങിയ ഈ യുദ്ധത്തിൽ പിന്തുണ നൽകാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വിസമ്മതിച്ചത് അമേരിക്കയ്ക്ക് നയതന്ത്ര തലത്തിൽ വലിയ പ്രഹരമായി. ചുരുക്കത്തിൽ വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റത്തേക്കാൾ വലിയ നാണക്കേടായിരിക്കും ഈ യുദ്ധം സമ്മാനിക്കുക. പഴയ അവസ്ഥയിലേക്ക് ഇനി ഒരു മടങ്ങിപ്പോക്കില്ലെന്നും സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു അമേരിക്കൻ വിജയവും ഇനി സാധ്യമല്ലെന്നും വിദേശകാര്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഈ സൈനിക നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.